SFI സംസ്ഥാന സെക്രട്ടറി ആർഷോയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ ആത്മഹത്യ ചെയ്ത സിദ്ധാർത്ഥിന്റെ അച്ഛൻ. മാവോയിസ്റ്റുകൾക്കും നക്സലുകൾക്കും കിട്ടിയ പരിശീലനങ്ങൾ കിട്ടിയവരാണ് SFIക്കാരെന്നും ശരീരത്ത് പാടുകൾ അവശേഷിപ്പിക്കാതെ കൊല്ലാൻ അവർക്കറിയാമെന്നും സിദ്ധാർത്ഥിന്റെ അച്ഛൻ മാധ്യമങ്ങളോട് പറഞ്ഞു. എന്റെ മകൻ പറഞ്ഞിട്ടുണ്ട്, ആർഷോ ചേട്ടൻ അവിടെ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ അവിടെ വന്നിട്ടുണ്ട്. എന്തിനാ വരുന്നത്? ഇപ്പോഴല്ല പറഞ്ഞിട്ടുള്ളത്, പണ്ട് വന്നിട്ടുണ്ട്. വളരെ സ്നേഹത്തോടെ അവൻ പറയുന്നത്. ആർഷോ ചേട്ടൻ ഇനി വന്ന് യൂണിയൻ റൂമിൽ അവിടെ കിടക്കുന്നുണ്ട്, 2 ദിവസം കഴിഞ്ഞിട്ടേ പോവുള്ളൂ. അപ്പോൾ 8 മാസം കൊണ്ട് എൻ്റെ മകനെ ഡെയിലി രാവിലെ വൈകുന്നേരം വന്ന് സൈൻ ചെയ്യിപ്പിക്കുമ്പോഴേ ആർഷോ ചേട്ടൻ നോക്കി നിരസിക്കുകയില്ലേ? എന്ന് രസിച്ചുകൊണ്ടിരുന്നത് അതെന്താ പോലീസ് അന്വേഷിക്കാത്തത്? അത് അന്വേഷിക്കണമല്ലോ. 1-2 ദിവസം കൊണ്ടല്ല, 8 മാസം കൊണ്ട് അവൻ ഈ അനുഭവിക്കുക. ഈ മാവോയിസ്റ്റിൻ്റെ അതേ രീതിയിൽ, മാവോയിസ്റ്റിൻ്റെ ഈ നക്സലിന് കിട്ടിയ അതേ ട്രെയിനിങ്ങാണ് കിട്ടിയിരിക്കുന്നത്. ഒരു ശരീരം മുറിവില്ലാതെ എങ്ങനെ ചതച്ച് റെഡിയാക്കാം എന്നുള്ള രീതിയിൽ അവർ കറക്റ്റായിട്ട് എങ്ങനെ കിട്ടിയിട്ടുണ്ട്. അത് തന്നെയാണ് ഈ SFI എന്നുള്ള ഈ നക്സൽ തീവ്രവാദികൾ ചെയ്തിരിക്കുന്നത്. അവർ തന്നെയാണ് ഫുൾ ഉത്തരവാദി. അവരിതിൽ ഉത്തരം പറഞ്ഞേ പറ്റുമെന്ന് പറഞ്ഞാൽ ആഭ്യന്തര മന്ത്രാലയം പറയണം. കാര്യം എന്നാൽ അവരെ പാർട്ടിയാണ് ഭരിക്കുന്നത്. അത് പറയണം. പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അന്വേഷണം വരുമ്പോൾ പറയേണ്ടി വരും. ഇല്ലെങ്കിൽ ഞാനത് പ്രശ്നമായിട്ട് ഇറങ്ങും. അല്ല, ആർക്കും ആർഷോ ചേട്ടനാണെങ്കിലും ആർക്കൊന്നും വലിയ കൊമ്പൊന്നുമില്ല. എല്ലാവരും ഇവിടെ ജീവിക്കേണ്ടവരാണ്. കേരളത്തിൽ ജീവിച്ചേ പറ്റുള്ളൂ എല്ലാവർക്കും. CBI ഇതുവരെ അന്വേഷണം ഏറ്റെടുത്തിട്ടില്ല എന്നും അന്വേഷണത്തിന് വേണ്ട കൃത്യമായ നടപടികൾ ഏറ്റെടുക്കാതെ സർക്കാർ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന ആരോപണവും അദ്ദേഹം ഉയർത്തി. അല്ല, CBIയുടെ അന്വേഷണ പരിധി എന്ന് പറഞ്ഞാൽ CBI ഇതുവരെയ്ക്ക് അന്വേഷണം ഏറ്റെടുത്തിട്ടില്ലല്ലോ. ഇവർ തട്ടിക്കൂട്ടിയ ഒരു പേപ്പർ പെട്ടെന്ന് കൊടുത്തിട്ടേ ഉള്ളൂ, അങ്ങനെ അറിയാമല്ലോ. അപ്പോൾ CBI അന്വേഷണം ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റേതായ കാരണങ്ങളുണ്ട്. അതിപ്പോൾ CBIയുടെ കുറ്റമല്ല, അവർക്ക് അതിൻ്റെ പ്രൊസീജിയറുണ്ട്. അത് അവരെ അന്വേഷണം ആദ്യമേ എടുക്കണമെന്നുണ്ടെങ്കിൽ കേരള സർക്കാർ ചെയ്യണമായിരുന്നു. ആദ്യമേ അതിൻ്റെ മര്യാദയ്ക്കുള്ള പേപ്പർ കൃത്യമായിട്ട് കൊടുക്കണമായിരുന്നു. അതിൻ്റെ പ്രൊഫോമ എന്നുള്ള പേപ്പർ എനിക്ക് ഇപ്പോൾ തന്നെ അറിയാൻ പറ്റും. ആ സാധനം അത് കൊടുക്കണമായിരുന്നു. അത് കൊടുത്തിട്ട് അതിൻ്റെ റിപ്പോർട്ട് ഉടനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ CBI ഉടനെ എടുക്കണമായിരുന്നു. അത് കേരള സർക്കാർ അട്ടിമറിച്ചു. 20 ദിവസം കൊണ്ട് അട്ടിമറിച്ചു. അവർക്ക് തെളിവ് നശിപ്പിക്കാൻ വേണ്ടി അട്ടിമറിച്ചുകൊണ്ടിരുന്നു. എന്നിട്ടാണ് ഇപ്പോൾ തട്ടിക്കൂട്ടി 1 മണിക്കൂർ കൊണ്ട് ഒരു പ്രൊഫോമ പേപ്പറും ട്രാൻസ്ലേഷൻ പേപ്പറും തട്ടിക്കൂട്ടി കൊണ്ടുപോയത്. ഇനി അവർ CBI ഏറ്റെടുക്കുമോ അല്ലെങ്കിൽ ഏറ്റെടുക്കുമോ ഇല്ലേ, അത് CBIയുടെ മേളിലാണ്. അപ്പോൾ എനിക്ക് അവരെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. ഇത് അട്ടിമറിച്ച കേരള സർക്കാർ അടിമുടി അട്ടിമറിച്ചു. ഈ പോലീസ് കേസും അട്ടിമറിച്ചു. CBI അന്വേഷണത്തിൽ ഇവിടെ നിന്ന് കൊടുക്കേണ്ട പ്രൊഫോമ പേപ്പറും അതിൻ്റെ റിപ്പോർട്ട് കംപ്ലീറ്റ് അട്ടിമറിച്ചു കഴിഞ്ഞു. ആർഷോയുടെ മൊബൈൽ ഫോൺ നിർബന്ധമായും പരിശോധിക്കുകയും പ്രതി ചേർത്ത് കേസ് രജിസ്റ്റർ ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തീർച്ചയായും ആർഷോയുടെ പേരെടുക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ അത് കൊലപാതകത്തിൽ മാത്രമല്ല, 8 മാസം അവനെ അവിടെ ഒരു ഉടുതുണി പോലും ഇല്ലാതെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക, രാവിലെയും വൈകുന്നേരം. ഞാൻ പറയുന്നതല്ല, അത് ആൻറ്റി റാഗിംഗ് സ്ക്വാഡ് പറയുന്നതാണ്. ആൻറ്റി റാഗിംഗ് സ്ക്വാഡിൻ്റെ റിപ്പോർട്ടിലുള്ളതാണ്. 2 പെൺകുട്ടികൾ അവനെ ഉപദ്രവിച്ചത് ആസ്വദിച്ചുകൊണ്ടിരുന്നു. അത് അവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. പിന്നെ ഈ ആർഷോ 8 മാസം വരുന്ന ആൻറ്റി റാഗിംഗ് സ്ക്വാഡ് പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞത് എൻ്റെ മകനാണ്. അപ്പോൾ പറയും എൻ്റെ മകൻ പറഞ്ഞു ഇനിയിപ്പോൾ തെളിവില്ലല്ലോ, മരിച്ചു പോയിരുന്നു. ഓക്കെ, തെളിയിക്കുക. ആർഷോ അവിടെ വന്നിട്ട് പോയോ ഇല്ല എന്നുള്ളത് അവർ അവൻ്റെ മൊബൈൽ ചെക്ക് ചെയ്തിട്ട് അവൻ സൈബർ സെൽ ചെക്ക് ചെയ്യട്ടെ. 8 മാസം എത്ര ദിവസം ആ പൂക്കോട് റേഞ്ചിലുണ്ടായിരുന്നു, അവിടെ ഉണ്ടായിരുന്നു. രാവിലെ വൈകുന്നേരം ഉണ്ടെങ്കിൽ ഓരോ മാസവും ആർട്സ് ആണെങ്കിൽ സ്പോർട്സ്, ബാക്കി പരിപാടിക്കെല്ലാം ഇതേ അവിടെ ഉണ്ടെന്നാണ് എൻ്റെ മകൻ പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ ചിലപ്പോൾ എൻ്റെ മകൻ പറഞ്ഞിട്ടുള്ള കള്ളമാണെന്നുണ്ടെങ്കിൽ അവൻ മൊബൈൽ ചെക്ക് ചെയ്യുക, അവൻ്റെ സൈബർ സെല്ലും ചെക്ക് ചെയ്യുക അവിടെ വന്നിട്ടുണ്ടോ എന്ന്. അവിടെ മുമ്പ് യൂണിയൻ റൂമിൽ പോയിട്ടാണ് അവന് ഈ സൈൻ ചെയ്യേണ്ടി വരുന്നത്. യൂണിയൻ റൂമിൻ്റെ അരുണിൻ്റെ റൂമിൽ പോയിട്ടാണ് അരുൺ ഇതിന് നോക്കി ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. അൺട്രസ്റ്റഡ് ആയിട്ട് ഒരു മനുഷ്യനെ നിർത്തിയിട്ട് അവൻ പറയുമ്പോൾ പറയുമ്പോൾ സൈൻ ചെയ്യണം. ചിലപ്പോൾ മുട്ടിൽ എഴിഞ്ഞിരിക്കണം. ഇതൊക്കെ യൂണിയൻ പ്രസിഡൻ്റ് ചെയർമാൻ്റെ ലീലാവിലാസമാണ്. ആ ദിവസങ്ങൾ ഈ 8 മാസം വരെ ഒരു ദിവസം പോലും യൂണിയൻ റൂമിൽ ഈ ആർഷോ ചേട്ട ഇല്ല എന്ന് പറഞ്ഞാൽ ആർക്ക് വിശ്വസിക്കാൻ പറ്റും? അവരുണ്ട്, ഉറപ്പായിട്ടുണ്ട്. ഇത് അന്വേഷിച്ചേ പറ്റുള്ളൂ. ചിലപ്പോൾ ഈ അവസാനം കൊലപാതകം എക്സിക്യൂട്ട് ചെയ്തത് അവനായിരിക്കും. ഇങ്ങനെ ചെയ്യണം, ഈ രീതി ചെയ്താൽ മുറിവില്ലാത്ത രീതിയിൽ ചെയ്യണം. അവനൊക്കെ മാവോയിസ്റ്റിന് ഇത് കിട്ടിയിട്ടുള്ളതാണ്, ട്രെയിനിങ് കിട്ടിയിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ആൾക്കാരാണ്, തീവ്രവാദികൾ തന്നെയാണ് ഈ SFI. അതുകൊണ്ട് അവർ പ്രതി ഇനിയിപ്പോൾ ചേർക്കാൻ എനിക്ക് പറയാൻ പറ്റില്ല. കാര്യം വെച്ചാൽ അത് ചേർക്കില്ല, 100% ചേർക്കില്ല. അത് ഭരണപക്ഷിക്ക് അവനെ പ്രതി ചേർക്കാൻ പോയിട്ട് 150 കേസുള്ളവനെ ഇനിയിപ്പോൾ ഈ പ്രതി ചേർക്കാൻ പറ്റുമോ? അത് CBI അന്വേഷിച്ച് CBI അവനിലോട്ട് വരട്ടെ, അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ല സർക്കാർ അവനിലോട്ട് പോവില്ല. M5 ന്യൂസ്, തിരുവനന്തപുരം.